ജനപ്രിയ പരമ്പരയാണ് കാതോട് കാതോരം. കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പരമ്പര ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വൈറലാണ്. പരമ്പരയിലെ നായകനും നായികയുമായ അർജുൻ്റെയും മീനുവിൻ്റെയും ആദ്യ രാത്രി രംഗം വൈറലായി മാറിയിരുന്നു. ഇതോടെ സോഷ്യൽ മീഡിയയിൽ താരങ്ങളായി മാറിയിരിക്കുകയാണ് കൃഷ്ണേന്ദുവും അർജുനും. മോഡലിങ്ങിലൂടെ അഭിനയത്തിലേക്ക് കടന്നു വന്ന താരമാണ് കൃഷ്ണേന്ദു. ഇപ്പോഴിതാ തനിക്ക് നേരത്തെ നേരിടേണ്ടി വന്ന ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ച് സംസാരിക്കുകയാണ് കൃഷ്ണേന്ദു. വെറൈറ്റി മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് താരം മനസ്സ് തുറന്നത്. ആ വാക്കുകൾ: സീരിയലിലേക്ക് വരുമ്പോൾ ചിലർക്ക് ഒരു സങ്കല്പം ഉണ്ടാകും. സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ സിനിമയിലുള്ള സങ്കല്പമല്ല സീരിയലിലുള്ളത്. കുറച്ചാളുകൾ ഒരു സ്റ്റീരിയോടൈപ്പ് ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. എന്നെ സ്ക്രീനിൽ കാണുന്നത് പോലെയല്ല, ഞാൻ നന്നേ മെലിഞ്ഞിട്ടാണ്. സ്ക്രീനിൽ ഡ്രസ്സൊക്കെ ആയിട്ട് വരുമ്പോൾ വലിപ്പം തോന്നുന്നതാണ്. ബോഡി ഷേമിങ് വിഷമമുണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം ഈ ശരീരം എനിക്കൊരു അനുഗ്രഹമാണ് തോന്നിയിട്ടുള്ളത്. ഇഷ്ടപ്പെടുന്ന വസ്ത്രം ധരിക്കാം, കഴിക്കാമെന്ന് കൃഷ്ണേന്ദു പറയുന്നത്. അതേസമയം തൻ്റെ ശരീരപ്രകൃതം മാറ്റാൻ നോക്കിയിട്ടുണ്ടെന്നും താരം പറയുന്നു. പലരും പരസ്യമായി പറയാറുണ്ട്, അതിനെ ആ രീതിയിൽ എടുത്താൽ മതിയാകും. പക്ഷേ എനിക്ക് ആദ്യമൊന്നും അത് ഇങ്ങനെ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. ഒരു വശത്ത് മാത്രമേ ഇതൊരു പ്രശ്നമാകുന്നുള്ളൂ. മറുവശത്ത് നോക്കുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ചോദിക്കുന്നത്, നീ എങ്ങനെയാണ് ഈ ബോഡി നിലനിർത്തുന്നത്, ഡയറ്റിംഗ് ആണോ എന്നൊക്കെയാണ്. ഒരു സൈഡിൽ മാത്രമേ പ്രശ്നമുള്ളൂ. അത് പക്ഷേ ക്യാമറ ആംഗിളിലൂടെയും വസ്ത്രത്തിലൂടെയും മേക്കപ്പിലൂടെയും പരിഹരിക്കാമെന്നും താരം പറയുന്നു. പരസ്യമായി ബോഡി ഷേമിങ് ചെയ്തപ്പോൾ എനിക്ക് വിഷമം തോന്നിയിരുന്നു. ചില വാക്കുകൾ വിഷമിപ്പിച്ചു. പക്ഷേ പിന്നീട് ഞാനത് സെൻസിൽ എടുത്തു തുടങ്ങി. ബോഡി ഷെയ്മിംഗ് ആണെന്ന് കരുതി എടുക്കുമ്പോഴാണ് വിഷമം തോന്നുന്നത്. നമ്മുടെ നല്ലതിനു വേണ്ടി കൂടിയാണെന്ന് കരുതാൻ തുടങ്ങിയതോടെ വിഷമം മാറി. നമ്മളെ നല്ല ഭംഗിയായി കാണാനും അവർ വിചാരിക്കുന്നത് പോലെ വരാനും വേണ്ടിയാണല്ലോ കരുതിയതോടെ ഒക്കെയാണെന്നാണ് കൃഷ്ണേന്ദു പറയുന്നു. മോഡലിങ്ങിലൂടെയാണ് കൃഷ്ണേന്ദു കരിയർ ആരംഭിക്കുന്നത്. അതിലൂടെ സിനിമയിൽ അവസരങ്ങൾ കിട്ടിയെങ്കിലും അത് നഷ്ടമാവുകയായിരുന്നു. ഞാനിതിനു മുന്നേ ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നു, പക്ഷേ അവസാനം ആ ഭാഗം അവർ കട്ട് ചെയ്ത് ഒഴിവാക്കി എന്നാണ് താരം പറയുന്നത്. ആ വിഷമത്തിൽ ഇരിക്കുമ്പോഴാണ് കൃഷ്ണേന്ദുവിനെ തേടി ദുൽഖറിനൊപ്പമുള്ള പരസ്യത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. പിന്നാലെ താരത്തെ തേടി പരമ്പരയുമെത്തി. ഇന്ന് മിനി സ്ക്രീനിലെ മുൻനിര നായികയാണ് കൃഷ്ണേന്ദു. നേരത്തെ നൽകിയ അഭിമുഖത്തിൽ തങ്ങളുടെ വൈറലായ ലിപ്ലോക്ക് രംഗത്തെക്കുറിച്ചും രാഹുലും കൃഷ്ണേന്ദുവും സംസാരിച്ചിരുന്നു. ഷൂട്ട് ചെയ്യുമ്പോൾ ചുറ്റും ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അതിനാൽ അത്രക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല. സിനിമകളിൽ ഇതൊരു സാധാരണ സീൻ മാത്രമാണ്. സിനിമയിലായിരുന്നെങ്കിൽ ഈ സീനിനെ കുറിച്ച് ആരും ചർച്ച